Hi everybody, this is Shweta. My name is Inder and welcome to our Channel. It's time for next scene from movie Adu. कौन सा 3 है ना? Adu 3. Yes, Adu 3. कौन सा? Let's watch it. എന്റെ മനസ്സിലായി നല്ലൊരു യുദ്ധപദ്ധതി കഴിയുന്നുണ്ട്. ഈ പുഴയ്ക്ക് പുഴകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടത്താം. അവരുടെ വലിയ സംഗീതത്തിന് ഈ പുഴ കൂടുതൽ കടണമെങ്കിൽ പാലം അനിവാര്യമാണ്. വള്ളങ്ങൾ പോരാ. അതിനാൽ നമുക്ക് ഈ പാലം കടക്കാം. അവർ ഗതികെട്ട് ഈ വഞ്ചിയിലൂടെ കടന്നു വരുമ്പോ നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പത് കൊല്ലാം. പറയുന്നു എങ്ങനെയുണ്ട് നാരായണ ബുദ്ധി? അത് ബുദ്ധിയിൽ സ്ഥലത്തിനായില്ലേ? അതല്ല ഉള്ള നേരത്ത് ആ പാലത്തിൽ കൂടെ രക്ഷപ്പെടുന്ന എന്നെക്കാളും ബുദ്ധി. നാരായണ അസംബന്ധം പറയാതിരിക്കാൻ അതല്ലേ പറഞ്ഞിട്ട് ഓടി ഓടുന്നത് ഇനിയും കേട്ടില്ല. അവര് നിർത്താതെ ഓടി ഓടി ഈ ആദ്യം തന്നെ കടന്ന് രക്ഷപ്പെട്ടതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ഉള്ളം കുളിപ്പിക്കാൻ ഏതോ കലാരൂപമായി വന്നിരിക്കുകയാണല്ലേ കൊട്ടാരം നിർത്തിയമായി കുളിപ്പിക്കും. ഏത് നിർത്തിയമാരി അവരൊക്കെ പരാജയം കാണും. ഓട്ടം ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങൾ എല്ലാവരും മുസൽമാന്മാരായ ഞാൻ കുറിപ്പില്ല. അബൂസായാണ്. ഇത് സലാം സലാം. ഇത് സൈഫുള്ള ഹിദായത്ത് അല്ല അന്തറുവാൻ അന്തറു എന്നാലും കഴുത്തിൽ നിന്ന് ശിരസ് വേർപെട്ട് പോകുന്നതിൽ നല്ലതല്ലേ? ശരീരത്തിൽ നിന്ന് അല്പം ചർമ്മം പോകുന്നു. ഞങ്ങൾ ഇങ്ങനെ സുരക്ഷിതമാണ്. പക്ഷെ അങ്ങയുടെ കാര്യം അതിന് കേരളത്തെ രാജ്യത്ത് കുർബാനമുണ്ടായിരുന്നു. അവര് പലായനം തുടങ്ങി പോലും അന്ന് കുടുംബത്തെ കൂട്ടി കാട് കയറുന്ന നല്ലത്. രാജൻ രാത്രിയിൽ യാത്രയില്ല. അസ്സലാമലൈക്കും. അങ്ങനെ പടക്കുറപ്പം പടി ഇറങ്ങി. അസംഗാന അന്യെ വെട്ടിക്കൊടുത്ത് ഞാൻ ഇവിടെ സ്ഥലം കുറച്ച് കൂടുണ്ട്. ഇനിയിപ്പോ ഇതും പറയാനുള്ള അവസരം ഉണ്ടാവും ഇല്ലെന്ന് അറിയില്ല. പലായനം ചെയ്യണ്ട, കുറച്ച് ദിവസത്തേക്ക് മാറിയൂടെ? അത് ഇഷ്ടകരം മൈസൂരേക്ക് മടങ്ങിപ്പോകുമ്പോ നമുക്ക് തിരിച്ചു വരാലോ. അതെ, വർഷങ്ങൾക്ക് മുമ്പ് പറങ്കിയാകാൻ ശ്രമിച്ചിട്ടും കാരണവന്മാർ ഈ മണ്ണ് വിട്ടു പോകുന്നില്ല. അതിനുവേണ്ടി അവർ ശ്രമിച്ചിട്ടുമില്ല. അവർ ഈ കൊട്ടാരവും സ്വത്തുക്കളും കാത്തു. ഇപ്പോ ഈ അസംഖാൻ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് വന്നിട്ടുള്ളത് എന്താണ് കാരണം? അതിന് മാത്രം എന്തോരാത്ത അവസരങ്ങളാണ് നമ്മുടെ പക്കലുള്ളത്. അയ്യോ അയ്യോ രാജാവിന്റെ പടമാരാണ് പലായനം ചെയ്യുമ്പോൾ കിട്ടിയതാണെന്നു തിക്കുമാറി വന്നപ്പോൾ നമ്മുടെ പക്ഷേ ഇവർക്ക് കൊട്ടാരത്തിലെ സാധാരണ കാര്യങ്ങൾ മാത്രമേ അറിയൂ. ഇവിടെ തലവെട്ടി കൂടാരത്തിന്റെ പുറത്ത് കുന്നത്തിൽ കുത്തിവെക്കൂ. അയ്യോ അയ്യോ പറഞ്ഞു കൊടുക്കണ എനിക്ക് 8 മക്കളാണ്. കേട്ടുകയാണ്. അപ്പോൾ നാം കേട്ടത് സത്യം. ഏതാനും ആളുകൾക്കകം അതെല്ലാം നമ്മുടേതായി മാറും. സന്തോഷസൂചകമായി ഈ വിവരം നന്നായി നാം കൂടി എന്താണ് ഒരു മുഖം കാണിക്കാൻ വന്നതാണ്. തിരുമനസിനെ മുഖമല്ലാതെ മറ്റെന്താ കാണിക്കാൻ? ഇറങ്ങിയിരിക്കുകയാണ്. വീരന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് പറയുന്നത്. വീരമതി രഹസ്യം അതല്ല. ടിപ്പുവിന്റെ പടം 2 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് കേട്ടു. നാട്ടുകാരൊക്കെ പലായനം ചെയ്ത് തുടങ്ങി. വീരകൾ ഇനി പാലപ്പണി ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അനിയനും കൂട്ടരും തിരുവിതാംകൂറിലേക്ക് ഓടിയാലോ എന്ന് ആലോചിക്കുവേ. അവിടെ ഞങ്ങളെ രക്ഷിക്കാൻ ശക്തനായ പത്മനാഭ രാജാവുണ്ട്. സംശയം
എനിക്കൊരു സംശയവും ഇല്ല. പക്ഷെ ഇവർക്കൊരു ഉറപ്പില്ല. മാപ്പേ തന്നെ ആകാശം വിട്ട് വളർത്താനായിരുന്നു രാജാവ് ആഗ്രഹിച്ചത്. എനിക്ക് അത്രയും വേഗം ആകാശം മുട്ടേണ്ടതായത്. ഞാൻ തിരുവിതാംകൂർ പോയി പടിപടിയായി വളർന്നു മുട്ടിക്കോളാം. അതുകൊണ്ട് തിരുമനസിനെ അപ്പൊ രാത്രിയിൽ യാത്ര तो भाग रहे हैं അപ്പൊ നമ്മൾ രാത്രി പോണില്ലേ? പഴയ മാപ്പിള നിക്ക 2 ദിവസത്തിനുള്ളിൽ താകാത്താൻ പാടില്ല പണി തീർക്കണം. അടിസ്ഥാനം എന്തിനു പ്രഭു? അവര് പാലം പൊളിക്കില്ലേ? അപ്പൊ നമ്മൾ ചെയ്ത പണിയെല്ലാം വൃതാവിലാവില്ലേ? അവര് പാലം പൊളിക്കില്ല. പാലം എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. മാപ്പിള ചെന്നിട്ട് രാത്രിക്ക് രാത്രി ആളെ കൂട്ടും. Okay. 4 ഇരട്ടിയോ 5 ഇരട്ടിയോ കൂലി കൂടുതൽ കൊടുക്കാന്ന് പറയും. ഞാൻ നാരായണ അങ്ങനെ വേണ്ട ഒരു കുറിമാനം കൊടുത്തില്ല. ആവശ്യമുള്ള പണോ പണിത് ശരി കേരളം നോക്കാം. കുരുമാൻ അറ്റിക്കളഞ്ഞ് പണം പോയിട്ട് മുങ്ങിയാലോ? വേണ്ടല്ലേ? കുറിമാനം വെള്ളത്തിൽ വിളിച്ചിട്ട് പണമായിട്ട് മുങ്ങിയാലും Okay. अच्छा current time. Same bridge का ही का चला अभी भी. ഈ സമരം നമുക്കൊരു കോടാലിയാവും. എന്ത് കോടാലിയാവാനാണോ? ഒരു കോടാലിയില്ല. ആകെ 3, 4, 7 പേരുണ്ട്. ഇതൊന്നും കൊണ്ട് പാലം പൊളിക്കുന്ന നടക്കില്ല. അയ്യോ അത് പറ്റില്ല. പാലം പൊളിക്കണം. ഇല്ലെങ്കിൽ ഞാൻ രാജിവെച്ച് അവരെ കൂടെ സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരും. ആ താൻ രാജിവെക്കും. അതാ നല്ലത്. അല്ലെങ്കിലും ഇതിനകത്തേലും കുറച്ച് സമാധാനം കിട്ടൂല. സിഎം പഴയ പാലം പൊളിച്ചാൽ പുതിയ പാലം പണിയാം. പുതിയ പാലം പണിയുമ്പോൾ അത് ഭരണപരിഷ്കാരമായി വിലയിരുത്തപ്പെടും. എന്റെ വകുപ്പിന് വേണ്ട എന്തെങ്കിലും ഒരു പരിവർത്തനം. ഓ ഇത് വലിയ ശല്യമായല്ലോ. താൻ എന്തെങ്കിലും ചെയ്യും. അല്ലാതെ എടോ ശശി ഇനി ഇതിന്റെ പാലം പിടിച്ച് പുതിയ വല്ല പള്ളി പറഞ്ഞോളൂ. അതെന്താ സിഎം? Okay. कोई बल नहीं है क्या जो पास में थी हाँ लग रहा है. ना Let me go. Please let me go. Michael, I will repeat myself one final time. You stole a page from an ancient book that everybody thought was a fairy tale. Oh. Where is it? Lady Israel, we'll call the police. Police? Go ahead. Scream. For every sound you make, you will lose one finger. Come on. Scream. Who are you people? Michael, I am associating with some very serious people, and they don't like delays. We had been to the State Archives Director at Sharandram. We know you stole the page. So tell me, where is it? Where is the location? I don't know. Wrong answer. Please, no. Location. നാഗപ്പാണി പാലം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിക്കുന്നതിനുള്ള ടെൻഡർ സ്വീകരിക്കുന്ന തീയതി ഇന്നലെ അവസാനിച്ചു. Okay. ഇപ്പോൾ ടെൻഡർ കൈമാറ്റം സംബന്ധിച്ച വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിലേക്ക് നിയന്ത്രിത സ്ഫോടനം നടത്തി നാഗത്താൻ പാലം പൊളിക്കാനുള്ള ഫോട്ടോ തന്നിരിക്കുന്നത് 13 കമ്പനികളാണ്. അതിൽ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കൊട്ടേഷൻ തന്നിട്ടുള്ള മുംബൈയിൽ നിന്നുള്ള സേവർ ആൻഡ് ദാവൂദ് അസോസിയേറ്റ്സ് പാലം പൊളിക്കുന്നതായിരിക്കും. മറ്റായോ സോമ अरे ഇത് പകരോ? और ब्रिज पे कुछ है. നിങ്ങൾ ഈ പറയുന്ന കമ്പനി കുറച്ചൊക്കെ പഴയതുവാ. പക്ഷെ അത് കിടക്കുന്നത് KSEയുടെ പ്രോപ്പർട്ടിയിലാ. ടെൻഡർ വിളിക്കാതെ ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റുകയില്ല. നമുക്ക് ആരും അറിയാതെ എന്റെ സമാനം എടുക്കത്തില്ല. ചുമ്മാ മേക്കെടുത്താതെ നടപടിയാവുന്നല്ലോ പണി നോക്ക്. റീസെന്റ് അന്വേഷണം പറഞ്ഞേക്കും. നീ വിചാരിച്ച നടപടിയാവൂലേ? പേര് മാത്രമേ ജൻസിയുള്ളൂ. സ്വഭാവ പാപ്പനെ പോലെ പഴയത് തന്നെയാ. കാട്ടാണ്ട് വാ തിന്നണ. ഈ സേവർ ആൻഡ് ദാവൂദ് അസോസിയേറ്റ്സിന്റെ കേരള പ്രൊപ്പറേറ്റർമാരായിട്ട് നിങ്ങളുടെ പേരാണല്ലോ. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നിരവധി സ്ഫോടനങ്ങൾ നടത്തിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? എന്നാലും പറയാം, ഈ സ്ഫോടനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. തീർച്ചയായും. എന്നാ, സർ, ഈ സ്ഫോടനം മാത്രമല്ല,
ഇനി ഇത് നടക്കുന്ന സകലമാന സ്ഫോടനങ്ങളും ഉത്തരവാദിത്തം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്ഫോടനത്തിന്റെ സുരക്ഷ, അതിനുശേഷമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യും. ഇതൊക്കെ നിങ്ങൾ ഉത്തരവാദിത്തമായിരിക്കും. മാത്രമല്ല ഈ സ്ഫോടനത്തിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ നരഹത്തേക്ക് ആദ്യം ആകുമോ നിങ്ങളായിരിക്കും. പാപ്പ ഈ അമ്പാനി ഡാഡിക്ക് അങ്ങനെ രക്ഷപ്പെട്ടു. മറ്റേ അലവലാതിനെ പോയില്ലേ, ബാറ്ററി സൽമാൻ, ഇത് അലവലാത് തന്നെ. നീ വക്കീലായോ? കടത്തിന്റെ വക്കീൽ. നിന്നെ കാണാൻ ചവപ്പടി കിടക്കുന്ന പോലെ. പിന്നെ നിന്നെ ഞാനൊന്ന് കാണാതിരിക്കുവായിരുന്നു. നീ എന്റെ റേച്ചൽ കൊച്ചിനെ ഒന്ന് റാഞ്ചിക്കൊണ്ട് പോയി നോക്കിയായിരുന്നു. ചേട്ടാ ഞാൻ പറഞ്ഞില്ലടാ പാപ്പനെ ചോദിക്കുന്നു. ഞങ്ങള് റാഞ്ചാൻ നോക്കിയല്ല, ഒന്ന് കൊഞ്ചിക്കാൻ നോക്കിയല്ലേ. So there's a new player on board. Let's play along then. എനിക്ക് പോണതല്ലേ? എന്താ ഈ പഴമ്പ് അങ്ങോട്ട് മാറ്റിയ കുന്തം പോലെ നിൽക്കാതെ പന്തം പോയി എടുക്ക. ഞാനത് ആദ്യമായിട്ടാ ഒരാളെ ഇതിനകത്തേക്ക് എന്താ കോളാമ്പി കഴിയുന്നു പോയതാ ഈ സമയത്താണ്. തലമുറ തലമുറയായി കൈമാറി വന്ന വിധിയാണ് നാരായണ. അതെനിക്കറിയാം, അല്ലാതെ അങ്ങ് സ്വന്തമായിട്ടൊരു പഴഞ്ചൊല്ലും ഒരു ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയും സ്വത്തുക്കൾ ഇവിടുത്തെ ഒരു നാട്ടുരാജാവിന്റെ കയ്യിലില്ല. എല്ലാവരും നമ്മുടെ ദാരിദ്ര്യാവസ്ഥ കണ്ട് ഈ അമൂല്യനിധി ഒരു കെട്ടുകഥയായിട്ട് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാനായിട്ട് വിളംബരം ചെയ്യാൻ ഒട്ടുമില്ല. അങ്ങേ പോലല്ല, ഇവിടെ അമൂല്യങ്ങളായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ഇക്കോട്ട് അടുത്തിട്ടുണ്ട്. അല്ല ഇനി താൻ ശബ്ദിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോളാം. ഈ അസംഖാൻ ഇവിടെ വന്നിട്ടുള്ളതേ ഉള്ളൂ. ഈ അമൂല്യനിധിക്ക് മാത്രമായിട്ടല്ല. പിന്നെ അപൂർവമായ കല്ല് ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളോട് കാരണവന്മാര് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തോ അപൂർവമായ ഒരു ശക്തി ഇതിനുണ്ടത്ര. നക്ഷത്ര ധൂളി എന്നാണ് ഞങ്ങൾ ഇതിനെ വിളിക്കുക. ഒരു കാരണവശാലും ഇത് മറ്റൊരാളുടെ കയ്യിൽ എത്തിപ്പെടാൻ പാടില്ല. ഇതെന്ത് ചെയ്യുന്നത്? പലായനം ചെയ്യുമ്പോ കൂടെ കൊണ്ടുപോകാൻ ആദ്യം കരുതി. പക്ഷെ പിടിക്കപ്പെട്ട ജീവന് നഷ്ടവും ഇത് നഷ്ടവും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം താൻ ശ്രദ്ധിച്ച് രഹസ്യമായിട്ടും കൃത്യമായിട്ടും ചെയ്യാം. താൻ പോയിട്ട് അവിടെ പോയി എഴുന്നള്ളിക്കണമെന്നില്ല, ഒരിക്കലുമില്ല. खजाना या स्टोन है वो देखना है. നമ്മുടെ റീഡിങ്ങുകൾ അനുസരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്റ്റാർഡസ്റ്റ് ഇനി അങ്ങോട്ട് ഒരുപാട് ടൈം ലൈനുകളിൽ നിർണായക സംഭവങ്ങൾക്ക് തുടക്കമാണ്. രാജാവ് കൊടുത്തോട്ടാ പാലത്തിന് ബലക്ഷ്യം വരാൻ മന്ത്രം ജപിച്ച തകരുക. രാജൻ അങ്ങ് പറഞ്ഞവരെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പലായനം തുടങ്ങിയാലോ? തുടങ്ങാം. അവസാനമായി
നമ്മുടെ സർവസ്വം കണ്ടോട്ടെ. ഇനിയൊരു തിരിച്ചുവരവുണ്ടായില്ലെങ്കിലോ? സ്ക്രാപ്പ് എഗ്രിമെന്റ്. ഒന്നാം കക്ഷി പന്നിമറ്റത്തിൽ ഷാജി പാപ്പൻ, രണ്ടാം കക്ഷി സേവ്യർ ആൻഡ് ദാവൂദ് അസോസിയേഷന് വേണ്ടി സോമൻ പച്ചില. ആരും കയ്യോടാണ്. അപ്പോ എന്റെ മനസ്സ് പറയുന്നതാ, ഈ പാലത്തിനകത്ത് ലാക്കർ കിട്ടുന്നതോടുകൂടി നമ്മളൊരു പൊളി പൊളിക്കും. അതെ, ചിക്കൻ ബിരിയാണിയുടെ അകത്ത് നിന്ന് മുട്ട കിട്ടുന്ന പോലെ. ഇത് പാപ്പന്റെ മണ്ടത്തരങ്ങളുടെ പുസ്തകത്തിലേക്ക് ഒരു പുതിയ അധ്യായം. ഇവരെത്രയും പെട്ടെന്ന് എടുത്തിട്ട് എന്നെ ഇവിടെ തന്നെ നിർത്തണം എന്റെ കർത്താവേ. भाई वो स्टोन है कुछ तो इम्पोर्टेंट ज्यादा एंड फ्यूचर में भी वो स्टोन है, बोलते हैं ना स्टोन एक्टिव है, वो स्टोन कुछ तो ज्यादा इम्पोर्टेंट है. Yes. अभी समझ आ रहा है, हमेशा कुछ ना कुछ बोलते ना एक खतरनाक चीज होती है हटके, दिस टाइम इट्स स्टोन. बट अगर इन लोगों को मिल गया तो कैसा होगा? फर्स्ट वाला स्टोन का यूज क्या है? मेरे को लगा टाइम ट्रैवल वाला स्टोन है, ऐसा लग रहा है. नहीं. अरे क्योंकि देखा नहीं क्या एक सीन में इसके ऊपर एरोज आ गए थे सारे, या तो वो बोलते ना दोनों टाइम को कनेक्ट करेगा, ऐसा कुछ तो रहेगा कि इसमें ना इसकी पावर किसी को पता नहीं, अननोन. But this is going to be interesting. But yeah, that's true. That will be the interesting. मजा आएगा देखने के लिए. But we have to see because Yes. अभी क्या होगा आगे. Let's wait for it, guys. Meanwhile, take care. Bye bye.